തിരികെ വാർത്തയിലേക്ക്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ എൻഡിഎ. തൃശൂർ ജില്ലയിൽ അട്ടിമറി വിജയങ്ങളാണ് എൻഡിഎ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പത്മജ വേണുഗോപാൽ വിജയിക്കുമെന്നും നാട്ടികയിലും മണലൂരും അട്ടിമറി ഉണ്ടാകുമെന്നും ഗുരുവായൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും എൻഡിഎ ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കുന്നു. വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ജില്ലയാണ് തൃശൂർ. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തൃശൂർ, നാട്ടിക, മണലൂർ ഒപ്പം ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഇക്കുറി അട്ടിമറി വിജയമാണ് എൻഡിഎ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തൃശൂർ എൻഡിഎ വിജയം 100% ഉറപ്പിക്കുമ്പോൾ നാട്ടികയിലും മണലൂരും എൻഡിഎ വലിയ അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടം നടന്നിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. എൻഡിഎയും ഒപ്പം UDFും നേരിട്ടുള്ള പോരാട്ടത്തിൽ LDF ചിത്രത്തിലേയില്ല. LDF സ്ഥാനാർത്ഥിയായി ആലങ്കോട് ലീലാകൃഷ്ണനെ നിശ്ചയിച്ചപ്പോൾ തന്നെ LDFിനുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. CPIയിൽ അതൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ വരെ എത്തിയിരുന്നു. അവസാന നിമിഷം വരെ VS സുനിൽകുമാർ പ്രതീക്ഷിച്ചിരുന്ന സീറ്റാണ് കെ രാജന്റെ നോമിനിയായി എത്തിയ ആലങ്കോട് ലീലാകൃഷ്ണൻ കൈപ്പിടിയിൽ ഒതുക്കിയത്. ഇതിൽ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. അത് വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ. രാജൻ പല്ലനാണ് UDFിന്റെ സ്ഥാനാർത്ഥി. പല്ലനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഒരു മതവിഭാഗത്തിന് മാത്രം പരിഗണന നൽകുന്ന നിലയിലേക്ക് തൃശൂരിലെ കോൺഗ്രസ് അധപ്പതിച്ചു എന്നായിരുന്നു ഇവരുടെ ആരോപണം. ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസിന് ക്ഷീണം വരുത്തി എന്നാണ് നേതൃത്വത്തിന്റെ അവസാനവട്ട വിലയിരുത്തൽ. ഒപ്പം പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ ഒരു വിഭാഗം വോട്ടുകൾ അടർത്തി മാറ്റിയിട്ടുണ്ടെന്നും നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം പത്മജ വേണുഗോപാലിന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുമെന്നാണ് NDA ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനൊപ്പം നാട്ടികയിലും മണലൂരും ഗുരുവായൂരും അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ജനം, തൃശൂർ. വിധികാത്ത് തമിഴക രാഷ്ട്രീയവും അസം, ബംഗാൾ, കേരളം ഒപ്പം തമിഴകം രാഷ്ട്രീയവും സുപ്രധാനമായ ആ ഒരു സുദിനത്തിനായി, ആ ഒരു ദിനത്തിനായി കാത്തിരിക്കുകയാണ്. സ്റ്റാലിൻ സർക്കാരിനെതിരായ ജനവികാരം വോട്ടായി മാറുമെന്നും തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നുമാണ് AIADMK BJP സഖ്യത്തിന്റെ പ്രതീക്ഷ. ഒപ്പം അധികാരം നിലനിർത്താനാകുമെന്നാണ് DMK സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. നിരവധി വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്നാണ് ഇതിന് കാരണമായി അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയൊന്നില്ല, ഒരു ഭരണ തുടർച്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ ഓരോന്നായി വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായും BJPയുടെ മുന്നേറ്റം പ്രവചിക്കുകയാണ്. ഒപ്പം അതേസമയം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് TVK പ്രവർത്തകരുമുള്ളത്. വിജയുടെ സാരഥ്യമുള്ള ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതായാലും നിർണായകമായ ഒരു രാഷ്ട്രീയ കക്ഷിയായി തമിഴക രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കും ഇക്കുറി, ഈ തെരഞ്ഞെടുപ്പ് മുതൽ എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. എങ്കിലും DMK വിജയപ്രതീക്ഷയിൽ തന്നെയാണ്, ഭരണ തുടർച്ച തന്നെയാണ് സ്റ്റാലിൻ സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ അതേസമയം തന്നെ കണക്ക് കൂട്ടലുകളെല്ലാം തിരുത്തിക്കൊണ്ട് AIADMK BJP സഖ്യ സർക്കാർ അധികാരത്തിലെത്തും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് പൊതുവെ നിരവധി ജനങ്ങൾ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നേതൃത്വത്തിനെയും ഒരു വിലയിരുത്തൽ. കാരണം ബംഗാളിൽ വിജയം സുനിശ്ചിതമാണ്, അസാമിൽ വിജയം സുനിശ്ചിതമാണ്. അതിൻ്റെ ചലനങ്ങൾ തമിഴക രാഷ്ട്രീയത്തിലും കൃത്യമായി പ്രതിഫലിക്കും. അത്രത്തോളം DMK സർക്കാരിൻ്റെ, സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭരണ വിരുദ്ധത ജനങ്ങൾ വോട്ടാക്കി മാറ്റിക്കഴിഞ്ഞു. ജനദ്രോഹപരമായിട്ടുള്ള ഒരു ഭരണമാണ് സ്റ്റാലിൻ സർക്കാർ നടപ്പിലാക്കിയതെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം തന്നെ TVK, വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഏതായാലും വോട്ട് പിടിക്കും, പക്ഷേ അത് ഒരു അധികാരത്തിലേക്കും ഒന്നും എത്താൻ പോകുന്നില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും. ഏതായാലും സമഗ്ര വിശദാംശങ്ങൾ നൽകാൻ, ഒരു ചിത്രം നൽകാൻ അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ പ്രതികരണം കൃത്യമായി ജനം TVക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഒരു പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെയാണ് ആ തമിഴക രാഷ്ട്രീയത്തിന്റെ ഒരു ചിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? പ്രത്യേകിച്ച് നാളെ രാവിലെ തന്നെ ആദ്യ പല സൂചനകൾ വരുമ്പോൾ ഏത് രീതിയിലേക്കായിരിക്കും തമിഴക രാഷ്ട്രീയം നീങ്ങുക? സുരേഷ്, തമിഴ്നാട്ടിൽ
ശക്തമായ മത്സരമാണ് നടന്നത്. നമുക്കറിയാം തമിഴ്നാട്ടിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരിക്കും എന്നുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പലതരത്തിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. കാരണം കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ കേരളത്തിൽ മത്സരം കടുത്ത മത്സരമാണെന്നും അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം ആണെന്നും അതിൽ തൂക്കുസഭ വരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചെറിയ എഡ്ജ് UDF-നൊക്കെ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു കൂടുതലായിട്ടും പുറത്തു വന്നിരുന്നത്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് തമിഴ്നാട്ടിലെ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ AIDMK BJP സഖ്യം NDA സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ DMK ഭരണം നിലനിർത്തും, DMK സഖ്യം തന്നെ വിജയിക്കും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം വിജയുടെ TVക്ക് അധികാരത്തിൽ വരുമെന്നുവരെ ചില ഏജൻസികൾ പ്രവചിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിട്ടുള്ള തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന സാഹചര്യം തന്നെയാണ്. ഏതായാലും NDA ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ DMKയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന് അറുതി വരുത്താൻ കഴിയുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും അവർ പ്രതീക്ഷ വയ്ക്കുന്നത് ഈ കൊങ്കു ബെൽറ്റ്, അതായത് കോയമ്പത്തൂരും സേലവും തിരുപ്പൂരും ഈറോഡും ഉൾപ്പെടെയുള്ള കൊങ്കു ബെൽറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ സ്വാധീനം മേൽക്കൈ നേടാൻ AIDMK NDA സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. ഇത്തവണ ഈ കൊങ്കു ബെൽറ്റ് മാത്രമല്ല, കൊങ്കു ബെൽറ്റും അതുപോലെ തന്നെ ഈ കന്യാകുമാരി ഉൾപ്പെടുന്ന നാഗർകോവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ മധുര പോലുള്ള മേഖലകളിലൊക്കെ മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ളതാണ് NDA സഖ്യം കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ സേലം പോലുള്ള ഭാഗത്ത് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വലിയ സ്വാധീനം, അതായത് സേലത്ത് മാത്രമല്ല തൊട്ടടുത്തുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ അത് സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് AIDMK ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്നത്. NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ്. DMKയെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവരുടെ ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറം വിജയുടെ TVKയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തവണ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് TVK ക്യാമ്പുകളിൽ കരുതുന്നത്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് വിജയ് എന്ന സിനിമാ നടൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ TVK ആരുടെ വോട്ടുകളായിരിക്കും പിടിക്കുക? AIDMK NDA സഖ്യത്തിൻ്റെ വോട്ടുകൾ പിടിക്കുമോ, അതല്ല DMKയുടെ വോട്ടുകൾ പിടിക്കുമോ എന്നുള്ളത് പ്രധാന ചോദ്യചിഹ്നമായി തന്നെ തമിഴ്നാട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും വിജയ് പിടിക്കുന്ന വോട്ടുകൾ തമിഴക രാഷ്ട്രീയത്തെ ആര് അധികാരത്തിലെത്തണമെന്നുള്ളത് തീരുമാനമെടുക്കുമോ എന്നുള്ളത് നാളെ കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ്. നിലവിലേതായാലും രണ്ട് തരത്തിൽ DMK സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം DMK സഖ്യം അവർക്ക് അധികാരത്തിൽ അനായാസം എത്താൻ അവരല്ലെങ്കിൽ അവരുടെ അധികാരം നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. AIDMK BJP സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭരണത്തിന് ഒരു അറുതി വരുത്താൻ കഴിയും. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ DMK വോട്ടുകളായിരിക്കും വിജയ് പിടിക്കുക. ഏതായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള വിജയ പ്രതീക്ഷകൾ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. അരുൺ ആലത്തൂരാണ് തമിഴക രാഷ്ട്രീയത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.